ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്തെങ്കിലും വഴിവിട്ട സഹായം ഈ കരിമണൽ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഒരു അന്വേഷണം ED നോക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളി മാറും, കഥ മാറും. അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അനധികൃതമായ ഒരു പണം ലഭിച്ചതിനെ സംബന്ധിച്ച് വേറെ വഴിവിട്ട കാര്യങ്ങൾ ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് കരിമണൽ കർത്താക്കി അല്ലെങ്കിൽ കരിമണൽ കമ്പനി നടത്തുന്ന കർത്താക്കി ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ കേസ് NIAക്ക് വിടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ CBIക്ക് വിടാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടിലേക്ക് പോയാലും പിണറായി വിജയന് കഷ്ടകാലം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് ED ഉദ്ദേശിക്കുന്നതെന്നറിയില്ല. EDക്ക് ആക്രമണം കിട്ടിയതോടുകൂടി, EDയെ ആക്രമിച്ചതോടുകൂടി ED വയലൻ്റ് ആയിരിക്കുകയാണ്. അവർ വളരെ ഗൗരവമായ ഒരുപാട് അന്വേഷണ മാർഗങ്ങളിലേക്ക് പോകുന്നു. 2 വട്ടമാണ് വീണ വിജയനെ മണിക്കൂറുകളോളം, ആദ്യത്തെ ദിവസം 9 മണിക്കൂർ, രണ്ടാമത്തെ ദിവസം അതിനേക്കാൾ സമയമെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. 2 പ്രാവശ്യം സമൻസ് കൊടുത്തയച്ച്, ഒരു പ്രാവശ്യം വീട്ടിൽ പോയി ചോദ്യം ചെയ്തു, രണ്ടാമത്തത് സമൻസ് അയച്ച് വരുത്തി ചോദ്യം ചെയ്തു. അങ്ങനെ 2 പ്രാവശ്യം കൃത്യമായി ചോദ്യം ചെയ്തു. വീട്ടിൽ പോയി വിവരങ്ങൾ എടുത്തതിന് ശേഷം സമൻസ് അയച്ചും അല്ലാതെ 2 പ്രാവശ്യം ചോദ്യം ചെയ്തു. അപ്പോൾ എല്ലാം കൂടി ഒരു 3 പ്രാവശ്യത്തോളം റെയ്ഡും ചോദ്യം ചെയ്യലും എല്ലാം നടന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഈ വിഷയങ്ങളിൽ വളരെ കൃത്യമായി 10-18 മണിക്കൂർ, 10-20 മണിക്കൂർ ചോദ്യം ചെയ്തിരിക്കുകയാണ്. 1-2 മണിക്കൂറല്ല, 20 മണിക്കൂറിൽ കൂടുതൽ ചോദ്യം ചെയ്തു. അപ്പോൾ അങ്ങനെ ക്രോസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ നിന്ന് EDക്ക് പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങളാണ് കരിമണൽ കർത്തയിൽ നിന്നും വീണ വിജയനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത് ക്രോസ് ചെക്ക് ചെയ്ത് വീണയെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. വീണയെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടെന്ന് ചാനൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ, ഈ കരിമണൽ കർത്ത അല്ലെങ്കിൽ കർത്താക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നു. അങ്ങനെ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ എന്താണ് കിട്ടിയതെന്നുള്ള കാര്യം വരുമ്പോൾ എന്തെങ്കിലും വഴിവിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കേസ് CBIക്കും അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് മാറി NIAക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.